പീരുമേട് തെരഞ്ഞെടുപ്പ് കേസ് സുപ്രീം കോടതിയിൽ. വാഴൂർ സോമന്റെ തെരഞ്ഞെടുപ്പ് ശരിവെച്ച വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്തു. UDF സ്ഥാനാർത്ഥി സിറിയക് തോമസ് ആണ് അപ്പീൽ ഫയൽ ചെയ്തത്. ബി ബാലഗോപാൽ തന്നെ ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകൂ. ബാലു, ഹൈക്കോടതിയിൽ അല്ലെങ്കിൽ സിറിയക് തോമസിന് ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം അല്ലെങ്കിൽ പരാതി എന്ന് പറയുന്നത് ഈ നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം നൽകിയ സത്യവാങ്മൂലത്തിൽ കൃത്യമായ വിവരങ്ങളൊന്നും ഫയൽ ചെയ്തിരുന്നില്ല വാഴൂർ സോമൻ എന്നുള്ളതാണ്. അതുതന്നെയാണോ സുപ്രീം കോടതിയിലെയും അപ്പീൽ? ആര്യ, തീർച്ചയായും അക്കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് ഈ പീരുമേട് തെരഞ്ഞെടുപ്പ് കേസിൽ വാഴൂർ സോമന്റെ എതിർ സ്ഥാനാർത്ഥിയായിരുന്ന UDF സ്ഥാനാർത്ഥിയായിരുന്ന സിറിയക് തോമസ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്തിരിക്കുന്നത്. LDF സ്ഥാനാർത്ഥിയായിരുന്ന വാഴൂർ സോമൻ 2021 പീരുമേട് വിജയിച്ച, അതായത് പീരുമേട് നിയമസഭാ മണ്ഡലത്തിൽ വിജയിച്ച അദ്ദേഹത്തിന്റെ വിജയം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സിറിയക് തോമസ് ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഇതിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഈ വാഴൂർ സോമന്റെ സത്യവാങ്മൂലത്തിന് വിവരങ്ങൾ പൂർണ്ണമായിരുന്നില്ല, പല വിവരങ്ങളും മറച്ചുവെച്ചു, ചില ഭാഗങ്ങൾ മനഃപൂർവ്വം ഒഴിവാക്കി തുടങ്ങിയ ആരോപണങ്ങളൊക്കെയാണ് സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്ന അപ്പീലിലും ചൂണ്ടിക്കാണിക്കുന്നത്. വാഴൂർ സോമന്റെ ഭാര്യയുടെ പാൻ കാർഡ് വിവരങ്ങൾ കൈമാറിയിരുന്നില്ല എന്നും ഇൻകം ടാക്സ് റിട്ടേണിലെ വിവരങ്ങൾ പൂർണ്ണമല്ല എന്നും ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങളിൽ വ്യക്തതയില്ല എന്നും ഈ അപ്പീലിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും കോടതി വൈകാതെ തന്നെ ഈ സിറിയക് തോമസിന്റെ ഈ ഹർജി പരിഗണിക്കുന്നതായിരിക്കും.